പല ആളുകളും കടക്കെണിയിൽപ്പെട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. കടത്തിന്റെ ട്രാപ്പിൽ പെട്ടുപോകാതിരിക്കാനായിട്ട് എന്താണ് കടം എന്ന് മനസ്സിലാക്കുക. എന്താണ് കടം? നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിനായിട്ട് ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്ന പണമാണ് ഈ കടമെന്ന് പറയുന്നത്. നമ്മൾ ആ പണം കൊണ്ട് ചെയ്യുന്ന കാര്യം പിന്നീട് നമ്മളൊരു വലിയ കടക്കാരനായിട്ടോ അല്ലെങ്കിൽ ഒരു സമ്പന്നനായിട്ടോ ഒക്കെ മാറ്റാം. കടം തന്നെ രണ്ട് തരമുണ്ട്: നല്ല കടവും മോശം കടവും, ഗുഡ് ഡെറ്റ് ആൻഡ് ബാഡ് ഡെറ്റ്. എന്താണ് നല്ല കടം? ഒരു സ്റ്റുഡൻറ്റ് തൻ്റെ സ്റ്റഡീസിന് വേണ്ടിയിട്ട് ഒരു ലോൺ എടുക്കുകയാണ്. ആ സ്റ്റഡീസ് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിനൊരു ജോലി ലഭിക്കുന്നുണ്ട്. ആ ജോലിയിൽ നിന്ന് ഒരു വരുമാനം ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ല കടമാണ്. കാര്യം ആ കടം ഉപയോഗിച്ച് അദ്ദേഹം ഒരു വരുമാനം ഉണ്ടാക്കി. ഇനി ഒരു ബിസിനസ്മാൻ തൻ്റെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെൻ്റ് വാങ്ങിക്കാനോ ആയിട്ട് ഒരു കടം എടുക്കുന്നു. അതിലൂടെ അദ്ദേഹം ബിസിനസ്സിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിൽ അതൊരു നല്ല കടമായിട്ട് മാറുകയാണ്. ഇനി ഒരു മോശം കടം എന്താണെന്ന് നോക്കാം. ഇനി ഒരാൾ ഒരു പ്ലാനിങ് ഇല്ലാതെ ഒരു ബിസിനസ്സിലേക്കോ അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റിലോ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു കടം വാങ്ങുന്നു, അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു, ആ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, നഷ്ടം സംഭവിക്കുന്നു എങ്കിൽ അതൊരു മോശം കടമായിട്ട് മാറുകയാണ്. അതുപോലെ തന്നെ നമ്മളൊരു ലക്ഷറി കാർ വാങ്ങുന്നു അല്ലെങ്കിൽ ഒരു വാച്ച് വാങ്ങുന്നു, ഇതെല്ലാം മോശം കടമാണ്. നമ്മൾ വാങ്ങിക്കൂട്ടുന്ന തിങ്സൊക്കെ, കടം വാങ്ങിക്കൂട്ടുന്ന തിങ്സൊക്കെ നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്കായിട്ടൊക്കെ വാങ്ങുന്നതെല്ലാം ഒരു മോശം കടമാണ്. കാര്യം അതിൽ നിന്നൊരു വരുമാനം നമുക്ക് ഉണ്ടാകുന്നില്ല. നമ്മളുടെ ലൈഫിൽ നമുക്ക് കടത്തെ ഒഴിവാക്കി നിർത്താൻ സാധിക്കില്ല. വലിയ മില്യനേഴ്സിന് പോലും കടമുണ്ട്. പക്ഷെ അവർക്കെല്ലാം ഉള്ളത് നല്ല കടങ്ങളാണ്. അവർ ആ കടം ഉപയോഗിച്ചിട്ട് വളരാനായിട്ട്, അവരുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാനാണ് അവർ കടത്തെ പ്രയോജനപ്പെടുത്തുന്നത്. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാണ്: കടത്തെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുകയല്ല ചെയ്യേണ്ടത്, മോശം കടങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. നമ്മുടെ ലൈഫിൽ വളരെ കുറച്ച് മോശം കടങ്ങൾ മാത്രമേ ഉണ്ടാകാവുള്ളൂ. നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് കടം വാങ്ങുന്നുണ്ടെങ്കിൽ അത് നല്ല കടമായിരിക്കണം വാങ്ങേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ തിരിച്ചടവിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ടാക്കിയ ശേഷം മാത്രം കടം വാങ്ങുക. ഇനി കടക്കിണിയിൽപ്പെട്ട് വിഷമിക്കുന്നവർക്ക് കടം എങ്ങനെ തിരിച്ചടക്കാം? നമുക്ക് വളരെ വേഗത്തിൽ കടം തിരിച്ചടക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വരുമാനം വർദ്ധിപ്പിച്ചാൽ മാത്രമേ വളരെ ഫാസ്റ്റായിട്ട് കടം തീർക്കാൻ സാധിക്കൂ. നമ്മളുടെ ചിലവുകളൊക്കെ കുറയ്ക്കുക, അതിനോടൊപ്പം തന്നെ വരുമാനം വർദ്ധിപ്പിക്കുക. എങ്ങനെ വരുമാനം വർദ്ധിപ്പിക്കാം? നിങ്ങളുടെ ഫ്രീ ടൈമിൽ നിങ്ങളൊരു ഹൈ ഇൻകം സ്കില്ല് ലേൺ ചെയ്യുക. ഹൈ ഇൻകം സ്കില്ലിലൂടെ ഒരു വരുമാനം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ആ കിട്ടുന്ന വരുമാനം നിങ്ങളെ കടം വീടാനായിട്ട്, കടം അടച്ചു തീർക്കാനായിട്ട് ഉപയോഗപ്പെടുത്തുക. ഇത് ചെയ്യുന്ന വഴി എന്താ സംഭവിക്കുന്നത്? വളരെ ഫാസ്റ്റായിട്ട് ആ കടം കുറയുന്നതായിട്ട് കാണാൻ സാധിക്കും.